ഇനി നമ്മൾ എടുക്കുന്നത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും ഫൊറിയർ സൈൻ ഇൻ്റഗ്രലെയും പ്രോബ്ലംസ് ചെയ്യണം. അതേപോലെ നെക്സ്റ്റ് ടോപ്പിക്ക് ഫൊറിയർ ട്രാൻസ്ഫോം, അതുപോലെ തന്നെ ഫൊറിയർ അതിൻ്റെ ഇൻവേഴ്സ്, അതേപോലെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം. അഥവാ ഇന്ന് 3 പുതിയ ടോപ്പിക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. എല്ലാം സിമ്പിൾ ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ടോപ്പിക്ക് എടുക്കാം. ഇവിടെ ഒന്നും കൂടി പറയാം, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്നാണ്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളോട് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. എന്നിട്ട് ഈ എ ഒമേഗ താഴെ തന്നിട്ടുണ്ട്, അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ വന്നിട്ടുണ്ടെങ്കിലോ ഒരു ടേം മാത്രമേ വ്യത്യാസമുള്ളൂ. എ ഒമേഗക്ക് പകരം ഇവിടെ ബി ഒമേഗ, കോസ് ഒമേഗ എക്സിന് പകരം ഇവിടെ സൈൻ ഒമേഗ എക്സ്. ഓക്കെ, അപ്പോൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടും എഴുതി വെക്കുക, എന്നിട്ട് എ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഈ ഇക്വേഷൻ ഇതേപോലെ എഴുതി വെക്കുക, എന്നിട്ട് ബി ഒമേഗ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫൊറിയർ കൊസൈനും ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ ലിമിറ്റ് എന്താണ്, ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ്. എല്ലാറ്റിൻ്റെയും ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ്. എഫ് ഓഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ചെയ്യേണ്ടത് എ ഒമേഗയും ബി ഒമേഗയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇൻ്റഗ്രൽ ലിമിറ്റ് ഡെഫിനിഷനിൽ എഫ് ഓഫ് എക്സിൻ്റെ 0 to ഇൻഫിനിറ്റി ആണ്. എ ഒമേഗയും ബി ഒമേഗയും -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ വെച്ച് ഒരു പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് ഫൈൻഡ് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴോ ഫംഗ്ഷൻ വാല്യൂ 0. നമുക്കറിയാം ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആണ്. എന്താണ് ഡെഫിനിഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇനി എന്ത് ചെയ്യണം, ഈ എ ഒമേഗ എന്താന്നുള്ളത് താഴെ എഴുതി വെക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ ഒമേഗ ഈക്വൽ ടു 2/π. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഈ ചാപ്റ്ററിൽ 6 ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്കും നിങ്ങൾക്ക് പോവില്ല. ഓക്കെ, ദാറ്റ് ഈസ് എല്ലാം സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്, എല്ലാം ബ്രാക്കറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻ്റഗ്രലാണ്. ദാറ്റ് ഈസ് എ ഒമേഗ ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ദാറ്റ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. എന്താണ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തത് 0 മുതൽ 1 വരെ എന്താണ് 1 ആ. നെക്സ്റ്റ് 1 മുതൽ ഇൻഫിനിറ്റി വരെ, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് വരക്കാം. ഇൻ്റഗ്രൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ 0 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ, ഈ റീജിയണിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1. ബാക്കി ഇതിനേക്കാൾ 1നേക്കാൾ വലുതാകുമ്പോഴോ ഫംഗ്ഷൻ്റെ വാല്യൂ 0. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സിലെ ഇൻ്റഗ്രൽ 0 to 1 വരെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് ഇനി 1 മുതൽ ഇൻഫിനിറ്റി വരെ, ദാറ്റ് ഈസ് 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഓക്കെ, ഇൻറ്റു 2/π. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? ദാറ്റ് ഈസ് 1 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ദെർഫോർ 0 ഇൻറ്റു ദിസ് കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പോൾ ഈ ടേം ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അടുത്ത ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to 1. ഇൻ്റഗ്രൽ 0 to 1ൽ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആയിരുന്നു. ദാറ്റ് ഈസ് 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ദാറ്റ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ്. എന്താണ് കോസിൻ്റെ ഇൻ്റഗ്രൽ? സൈൻ. ദാറ്റ് ഈസ് സൈൻ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ ഒമേഗ. ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് 0 to 1 2/π ഔട്ട് സൈഡ് എടുക്കുന്നുണ്ട്. നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യുന്നത്, നമ്മൾ എക്സിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്. ദെർഫോർ ഈ ഒമേഗ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 2/π ഒമേഗ സൈൻ 1, ദാറ്റ് ഈസ് സൈൻ 1 ഒമേഗ ഇൻറ്റു 1, ദാറ്റ് ഈസ് സൈൻ ഒമേഗ മൈനസ് സൈൻ ഒമേഗ ഇൻറ്റു 0, ദാറ്റ് ഈസ് സൈൻ 0, ദാറ്റ് ഈസ് 0. ദാറ്റ് ഈക്വൽ ടു 2 സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ പൈ ഒമേഗ. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഫസ്റ്റ് ഇത് എഴുതി വെക്കുക, എന്നിട്ട് വേർ എ ഒമേഗ ഈക്വൽ ടു ഇത് കണ്ടുപിടിച്ച് ഇതുവരെ എഴുതി വെക്കുക. വേറെ ഒന്നും ചെയ്യണമെന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, ചെയ്ത് കഴിഞ്ഞാലും തെറ്റില്ല.
അപ്പോൾ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore f of x equal to integral 0 to infinity ഈ ഒമേഗ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. 2 into sin omega divided by pi omega into cos omega x into d omega. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും തെറ്റില്ല. ഓക്കെ, ഇനി ഇത് എഴുതാതെ വേർ എ ഒമേഗ ഈക്വൽ ടു എഴുതി കഴിഞ്ഞാലും തെറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ്. ഇത് ഇന്നലെ എടുത്ത ടോപ്പിക്കാണ്, ഫൊറിയർ ഇൻ്റഗ്രലാണ്. ഇന്ന് നമ്മൾക്ക് ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുന്നുണ്ട്. ഇത് ഇന്നലെ എടുത്ത ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. ഇപ്പോൾ ചെയ്ത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിരുന്നു. ഇനി ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ഫൈൻഡ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. ഷുവർ ക്വസ്റ്റ്യനാണ്. യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ ട്രാൻസ്ഫോം, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, അതുപോലെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഇത്രയും ടോപ്പിക്കേ ഉള്ളൂ ഈ മൊഡ്യൂളിൽ. നെക്സ്റ്റ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 0 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇതേപോലെ എഴുതി വെക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. therefore നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡെഫിനിഷൻ ഇതേപോലെ എഴുതി വെക്കും. എന്നിട്ട് ഇവിടുത്തെ ബി ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ചെയ്യേണ്ടത് ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വരെ. therefore 0 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മളെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. 0 മുതൽ എ വരെ ഫംഗ്ഷൻ വാല്യൂ, 0 മുതൽ എ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ആണ്. നെക്സ്റ്റ് എ മുതൽ ഇൻഫിനിറ്റി വരെയോ ഫംഗ്ഷൻ്റെ വാല്യൂ 0യുമാണ്. therefore നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദാറ്റ് ഈസ് ഇത്രയും നിങ്ങൾ എഴുതി വെക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, വേർ ബി ഒമേഗ ഈക്വൽ ടു 2/π ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇത് ഇതേപോലെ നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ബി ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 2/π ഇൻറ്റഗ്രൽ 0 ടു എ വരെ ഒരു വാല്യൂ ആണ്. ദാറ്റ് ഈസ് ഇൻറ്റു 0 ടു എ വരെ എഫ് ഓഫ് എക്സ് ഒന്നും, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് 0 മുതൽ എ വരെ എ ടു ഇൻഫിനിറ്റി വരെ വേറെ ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഈ റീജിയണിൽ എ മുതൽ ഇൻഫിനിറ്റി വരെ എക്സ് ഗ്രേറ്റർ ദാൻ എ വരെ, എക്സ് ഗ്രേറ്റർ ദാൻ എയുടെ മുകളിലാവുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. therefore ഈ വാല്യൂ 0 ആണ്. therefore ഇതേ ഇൻറ്റു 0 ഇൻറ്റു സംതിങ് ചെയ്യുമ്പോൾ 0 വരും. 0ൻ്റെ ഇൻറ്റഗ്രൽ കംപ്ലീറ്റ് 0 വരും. ദാറ്റ് ഈസ് ഈ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2/π ഇൻറ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, എക്സ്. that is x into sin omega x dx. that equal to 2/π. ഇവിടെ ബ്രാക്കറ്റ് മെത്തേഡ് ചെയ്യാം, കാരണം പോളിനോമിയലാണ് വന്നിട്ടുള്ളത്. പോളിനോമിയൽ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഫംഗ്ഷനെ ഫസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി, രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രലിനെ സെക്കൻഡ് ബ്രാക്കറ്റിൽ എഴുതി. ദാറ്റ് ഈസ് സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് മൈനസ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ്. ഇനി ഒന്നാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 1. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ അതിൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് കോസ് ഒമേഗ എക്സിൻ്റെ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ വരും. ആൾറെഡി ഇവിടെ ഒരു ഒമേഗ ഉണ്ട്, ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതും ഇവിടെ എഴുതി. നെക്സ്റ്റ് പ്ലസ്, ഇവിടെ പ്ലസ് ആണ്, അടുത്ത നെഗറ്റീവാണ്, അടുത്ത പ്ലസ് ആണ്. അങ്ങനെ ഓൾട്ടർനേറ്റീവും പ്ലസും മൈനസും വരും. ഓക്കെ, അപ്പോൾ അടുത്തത് പ്ലസ്. ഇനി ബ്രാക്കറ്റിൽ എഴുതുന്നത് തൊട്ടും മുന്നത്തെ ബ്രാക്കറ്റ്, 2 ബ്രാക്കറ്റ് ഉണ്ട്. ഇതിലെ ഒന്നാമത്തെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളതിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 0. 0 വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ എന്ത് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് 0 വരും. അപ്പോൾ ഈ ഇവിടെ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. therefore അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to a ദാറ്റ് ഈക്വൽ ടു 2/π. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ, മൈനസ് മൈനസ് പ്ലസ് വരും, പ്ലസ് സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഒന്നും കൂടി വൃത്തിയിൽ എഴുതിയെന്നുള്ളൂ. 0 to a ദാറ്റ് ഈക്വൽ ടു 2/π. ഇനി അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിനാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് ഇൻ്റഗ്രേറ്റ് ചെയ്ത്. therefore എക്സിനാണ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് എ കോസ് ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റോ,
എക്സിന് 0 കൊടുക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി പോയി. ഇവിടെ എന്തായി സൈൻ 0 വരും, അതും 0 ആയി. ദാറ്റ് ഈസ് 0. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 2/π. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫസ്റ്റ് എഴുതാം. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇതിനെ ഫസ്റ്റ് എഴുതാം. ദാറ്റ് ഈസ് സൈൻ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് എ കോസ് ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ. ഇതാണ് ആൻസർ. അപ്പോൾ എക്സാമിന് വരികയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ് വേർ ബി ഒമേഗ ഈക്വൽ ടു ഇക്വേഷൻ എഴുതാം, അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയും ചെയ്യാം. ഫൈൻഡ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. ഫൈൻഡ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാൻ ഇവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഫൈൻഡ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നിങ്ങൾ വീണ്ടും നമ്മൾ റീജിയൻ നോക്കാം. ഇൻ്റഗ്രൽ നമ്മൾ എന്താണ് ഡെഫിനിഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? കൊസൈൻ ഇൻ്റഗ്രലാണ്. കൊസൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ വേർ എ ഒമേഗ ഈക്വൽ ടു എന്താണ്? എ ഒമേഗ 2/π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ 0 മുതൽ 1 വരെ ഒരു ഫംഗ്ഷനാണ്. ഏതാ ഫംഗ്ഷൻ? എക്സ് സ്ക്വയർ. 1 മുതൽ മുകൾക്കോ ഫംഗ്ഷൻ വേറെയാണ്, ദാറ്റ് ഈസ് 0. തൊട്ട് മുന്നത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ വേർ എ ഒമേഗ ഈക്വൽ ടു 2/π integral 0 to infinity f of x cos omega x dx that equal to 2/π integral 0 to infinity. തൊട്ട് മുന്നേ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 0 to 1 വരെ ഫസ്റ്റ് ചെയ്യണം, പിന്നെ 1 to infinity വരെ ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. ഈ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എന്തായി? 0 വരും, കാരണം ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് 0 ആണ്. ദെർഫോർ നമുക്ക് ചെയ്യേണ്ടത് 0 മുതൽ 1 വരെ ചെയ്താൽ മതിയാവും. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ cos omega x dx that equal to 2/π. ഇവിടെ നോക്കി, വീണ്ടും ഒന്നാമത്തെ ഫംഗ്ഷൻ പോളിനോമിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് മെത്തേഡ് വീണ്ടും ചെയ്യാം. ഓക്കെ, ഒരുവിധം ഒരു 99% ഇൻ്റഗ്രലിൽ നിങ്ങൾക്ക് ഫോറിയർ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഫസ്റ്റ് ബ്രാക്കറ്റിൽ പോളിനോമിയൽ എഴുതി, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ രണ്ടാമത്തെ ഫംഗ്ഷൻ അതിൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ്. ഈ മൈനസ് എങ്ങനെ വന്നേ? ആൾട്ടർനേറ്റീവ് ഇവിടെ പ്ലസ് ആണ്, അടുത്ത മൈനസ് ആണ്, അടുത്ത പ്ലസ് ആണ് വരിക, അടുത്ത മൈനസ് ആണ് വരിക. അത് ഒരു ഓർഡർ ആണ്, അല്ലാതെ എവിടെ നിന്നും കിട്ടിയതല്ല. ദാറ്റ് ഈസ് മൈനസ്. നെക്സ്റ്റ് ഒന്നാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2x. രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ അഥവാ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ അതിൻ്റെ ഇൻ്റഗ്രൽ, സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ വരും. ഒരു ഒമേഗ ഇവിടെ കിടക്കുന്നുണ്ട്, ദെർഫോർ ഒമേഗ സ്ക്വയർ. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അടുത്ത എന്തായിരിക്കും? പ്ലസ് ആണ്. പിന്നെ ഫസ്റ്റ് ബ്രാക്കറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുന്നേ 2 ബ്രാക്കറ്റ് എഴുതിയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ബ്രാക്കറ്റിലെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2. നെക്സ്റ്റ് അതിൻ്റെ സെക്കൻഡ് ബ്രാക്കറ്റിലെ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് കോസ് ഒമേഗ എക്സിൻ്റെ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ വരും. ആൾറെഡി ഇവിടെ 2 ഒമേഗ ഉണ്ട്, ദാറ്റ് ഈസ് ഒമേഗ ക്യൂബ് വരും. ഈ മൈനസ് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അടുത്ത ഇവിടെ പ്ലസ് ആണ്, അടുത്തെന്ത് വരും? മൈനസ്. അടുത്ത ഇതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, 0 to 1. ഓക്കെ, നെക്സ്റ്റ് ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒന്ന് കറക്റ്റാക്കി എഴുതാം. ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് 2/π. നെക്സ്റ്റ് എക്സ് സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ മൈനസ് മൈനസ് പ്ലസ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. നെക്സ്റ്റ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് മൈനസ് 2 ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ്. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to 1. ദാറ്റ് ഈക്വൽ ടു 2/π. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിനാണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്തത്. എക്സിനാണ് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് കൊടുക്കുക. നിങ്ങൾ എക്സാമിന് തെറ്റിച്ച് ഒമേഗക്ക് 1 കൊടുക്കരുത്.
ഓക്കെ, എന്തിനാണോ വിത്ത് റെസ്പെക്ട് ഏതാണോ ഇൻ്റഗ്രേറ്റ് ചെയ്തത് അതിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുക. therefore എക്സിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് 2 ഇൻറ്റു കോസ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ ക്യൂബ്. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് എന്നാൽ ലോവർ ലിമിറ്റ്. എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടായതുകൊണ്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആവും, ഇവിടെ ഈ ടേം 0 ആവും, ഇവിടെ സൈനിൻ്റെ ടേമാണ്. therefore സൈൻ 0 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. therefore നമ്മളെ ഫൈനൽ ആൻസർ എന്തായി 2/π നെക്സ്റ്റ് സൈൻ ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ പ്ലസ് 2 കോസ് ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 2 സൈൻ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ ക്യൂബ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ ഇതേപോലെ ചെയ്യണ്ടേ. ഞാൻ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഇന്നത്തെയും ഇന്നലത്തെയും വീഡിയോ സെൻഡ് ചെയ്യാം, മെറ്റീരിയലും സെൻഡ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായി നോക്കുക. നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എടുക്കട്ടെ. ഓക്കെ, അടുത്ത് അപ്പോൾ ഇതുവരെ നമ്മളെടുത്ത് ഫസ്റ്റ് ടോപ്പിക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫൊറിയർ ഇൻ്റഗ്രൽ. നെക്സ്റ്റ് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. ഫൊറിയർ ഇൻ്റഗ്രലിൽ എ ഒമേഗയും ബി ഒമേഗയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ എ ഒമേഗ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിൽ ബി ഒമേഗ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ലാസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റത്തെ 3 ടോപ്പിക്ക്. ഇനി നമ്മൾ ഇന്ന് എടുക്കുന്നതും ഇതേപോലെ ഒരു 3 ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം. ഇൻ്റഗ്രലിന് പകരം ഫൊറിയർ ട്രാൻസ്ഫോം, അതുപോലെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അതേപോലെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം. ഈ 3 ടോപ്പിക്കാണ് ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഫൊറിയർ ട്രാൻസ്ഫോം, അത് കഴിഞ്ഞിട്ട് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, അത് കഴിഞ്ഞിട്ട് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അത് കഴിഞ്ഞിട്ട് ഫൊറിയർ ട്രാൻസ്ഫോം. ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെക്കുക, വേറെ അധികം ഒന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയാം. ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈനഡ് ബൈ, അഥവാ ഒരു ഫംഗ്ഷൻ്റെ തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ എഫ് ഓഫ് എഫ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് എഫ് എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ദിസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ലാപ്ലാസ് ഒക്കെ ചെയ്തു. ലാപ്ലാസ് ട്രാൻസ്ഫോം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? e⁻⁻ കൊണ്ട് ഗുണിച്ചുകൊണ്ട് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ചെയ്യേണ്ടത് ഏതാണോ ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ആണെന്ത്? ഫൊറിയർ ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ്. ഒന്നും കൂടി ഇവിടെ എഴുതാം. ഈ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എഫ് അല്ലേ. നമ്മൾ ലാപ്ലാസ് ഓഫ് ഇങ്ങനെ എഴുതി, ലാപ്ലാസ് ഓഫ് എഫ്. അതേപോലെ ഫൊറിയർ ട്രാൻസ്ഫോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എഫ് ദാറ്റ് ഈക്വൽ ടു, ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം, ഈ ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. തൊട്ട് മുന്നേ എന്തായിരുന്നു? എല്ലാം എഫ് ഓഫ് എക്സിലും എന്തായിരുന്നു? 0 to ∞ ആയിരുന്നു. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻⁻ dx വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഈ എഫ് ഓഫ് എഫ് ക്യാപിറ്റൽ എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം, അഥവാ എഫ് എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമാണ് ഇത്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് നമ്മൾ ഇത് എഴുതും, ഇത് ഇവിടെ എഴുതും, ഈ ക്യാപിറ്റൽ എഫ് ഇവിടെ എഴുതും. വേറെ ഒരു വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം കൂടി, ഇവിടെ പ്ലസ് വരും, ഇവിടെ ഒമേഗ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഇത് ഫൊറിയർ ട്രാൻസ്ഫോം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാൻ പോണത് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. എന്താണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം? ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡ്, അഥവാ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതും, ഇതിനെ എടുത്ത് ഇങ്ങോട്ട് എഴുതും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ √2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇവിടെ എന്ത് എഴുതും? ക്യാപിറ്റൽ എഫ് ഓഫ് എഫ് ഈ മൈനസ് ഇവിടുന്ന് പോകും. ഇൻവേഴ്സ് പറയുമ്പോൾ മൈനസ് ഇവിടുന്ന് പോകും. ദാറ്റ് ഈസ് i⁻x. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, പക്ഷേ ഇവിടെ എന്താണ്? ഇൻവേഴ്സിൽ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷൻ മാത്രം പിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിൽ എഫ് എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ √2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് e⁻⁻x dx. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം.
ഓക്കെ, താഴെ എഴുതിയുണ്ട് ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എഫ് ഇൻറ്റു ഇ പവർ ഐ ഒമേഗ. മൈനസ് ഉണ്ടായിരുന്നു, ഇവിടെ മൈനസ് ഇല്ല. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഇതിന് പറയുന്ന പേരാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ്. ഓക്കെ, അഥവാ എഫ് ഓഫ് എഫിൻ്റെ ഫോറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോം. ഇനി ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അടുത്ത രണ്ട് ടോപ്പിക്ക്. ദാറ്റ് ഈസ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. എന്താണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം? ഇതിന് പകരം എന്തായിരിക്കും? ഇതിന് പകരം കോസ് ഒമേഗ എക്സ് എഴുതും. ദാറ്റ് ഈസ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ. നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഇത് ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ കൊസൈൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സി എഴുതും, കൊസൈൻ ഇല്ലത്തെ സി എഴുതും. ദാറ്റ് ഈസ് നമ്മൾ ഡിനോട്ട് ചെയ്യണത് ദാറ്റ് ഈസ് എഫ് സി ഓഫ് എഫ് ഈക്വൽ ടു ഇവിടെ എന്താ? ഇവിടെ 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2π ആയിരുന്നു. ഇവിടെ എന്താണ്? റൂട്ട് 2 അഥവാ ഇതിൻ്റെ ഇരട്ടി. നമ്മൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ 0 മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കുന്നത്. പകരം ഇതിനെ 2 ടൈംസ് എഴുതും. എന്താണ്? 2 ടൈംസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2π. ഇവിടെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എഴുതാം. ഈ ഒരു റൂട്ട് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 2/π വരും. ഓക്കെ, അപ്പോൾ 2 ടൈംസ് നമ്മൾ ഇന്നലെ പഠിച്ചതേപോലെ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു? 1 ഡിവൈഡ് ബൈ π ആയിരുന്നു. അതിൻ്റെ കൊസൈൻ ഇൻ്റഗ്രലും സൈൻ ഇൻ്റഗ്രൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തത്? 2 ഇൻറ്റു ഇങ്ങനെ എഴുതിണ്ടായിരുന്നു അല്ലേ? 1 ഡിവൈഡ് ബൈ πനെ ഇതിനെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 2 ഡിവൈഡ് ബൈ π വന്നു. ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്തായി? മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി ആയിരുന്നു, അതിനെ 0 ടു ഇൻഫിനിറ്റി. അതേപോലെ തന്നെ ഇവിടെ ചെയ്തത് ഫോറിയർ ട്രാൻസ്ഫോമിൽ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി ആയിരുന്നു, അതെന്തായി? 0 ടു ഇൻഫിനിറ്റി ആയി. ഇവിടെ എന്തായി? 2 കൊണ്ട് ഗുണിച്ചു. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായി? റൂട്ട് 2/π ആയി. ഇനി കോസ് ആണെങ്കിൽ ഇവിടെ കോസ് എഴുതും, സൈൻ ആണെങ്കിലോ ഇവിടെ സൈൻ എഴുതും. വേറെ ഒരു വ്യത്യാസമില്ല, വേറെ കംപ്ലീറ്റ് ഒരേപോലെയാണ്. അപ്പോൾ ഇത് ഒറ്റ ടോപ്പിക്കായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ 3 ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം, ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം. ഈ 3 ഡെഫിനിഷനും നിങ്ങൾ കാണാതെ പഠിക്കണം. ഒന്നുകൂടി പറയാം. ദാറ്റ് ഈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ പവർ മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമോ? നമ്മളെന്താ വ്യത്യാസം? ഇവിടെ ഒരു സി ഇടും. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഫോറിയർ സൈൻ ട്രാൻസ്ഫോമോ? ഇതിനെന്ത് വ്യത്യാസം മാത്രമേ ഉള്ളൂ? ഇവിടെ കൊസൈനിലൂടെ എസ് എഴുതും. ഫോറിയർ സൈന് ഈ കോസ് ഒമേഗയ്ക്ക് പകരം എന്ത് ചെയ്തു? സൈൻ ഒമേഗ എഴുതും. ഇനി തൊട്ട് മുന്നേ പറഞ്ഞ അതേപോലെ ഇവിടെ എന്തായിരിക്കും? അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഇതിനെ ഇങ്ങോട്ട് എഴുതും, ഇതിനെ ഇങ്ങോട്ട് എഴുതും. വേറെ ഒരു വ്യത്യാസമില്ല. കാരണം ഇവിടെ മൈനസ് ഒമേഗയാണ്, ഇവിടെ മൈനസ് ഒന്നല്ല കോസ് ഒമേഗ എഴുതും. പക്ഷേ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉള്ളത് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ എഴുതും. ഇൻവേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഇവിടെ നോക്കി, വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ഇൻവേഴ്സ് എഴുതുമ്പോൾ. മറ്റേതെന്താണ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാരണം ഇത് തിയറി അധികം പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രോബ്ലം ചെയ്ത് പഠിക്കുക ആവശ്യമുള്ളൂ. ഫസ്റ്റ്, ഫോറിയർ ട്രാൻസ്ഫോം. Find Fourier transform of the function. Find Fourier transform of the function of f of x equal to e raised to x. If ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് e raised to x. e raised to xൻ്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം, ഫോറിയർ സൈൻ ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം, ഈ 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫോറിയർ ട്രാൻസ്ഫോം എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e raised to x. പക്ഷേ ഡിഫൈൻ ചെയ്തത് -a മുതൽ a വരെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡെഫിനിഷൻ ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് എഫ് ഓഫ് എഫ് ഈക്വൽ ടു എന്താണ് ഡെഫിനിഷൻ പറഞ്ഞത്? ഫോറിയർ ട്രാൻസ്ഫോം 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് ആണ്, തെറ്റിക്കരുത്. വിത്ത് ഡി ഒമേഗ എഴുതരുത്. വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ്. ഈ 6 ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ തറവായിരിക്കണം. കുറേ പ്രാവശ്യം എഴുതി തറവാക്കി പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ -a മുതൽ a വരെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? e raised to x.
മൈനസ് എ മുതൽ എ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 to മൈനസ് എ ടു എ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ e റേസ് ടു എക്സ്. 0 അതർവൈസ് അഥവാ ഇതല്ലാത്ത എല്ലായിടത്തും ഫംഗ്ഷൻ വാല്യൂ എന്താണ്? ഈ റീജിയണിൽ 0 ആണ്, ഈ റീജിയണിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് എ വരെ എന്താണ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം 0 ആണ് കിട്ടുക. ഇനി എഴുതി കഴിഞ്ഞാലും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 0 എഴുതും. പിന്നെ എ മുതൽ ഇൻഫിനിറ്റി വരെയോ അതും ചുമ്മാ എഴുതി വെക്കേണ്ട ആവശ്യമില്ല, അതും 0 ആണ്. ദെർഫോർ ദിസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ മൈനസ് എ മുതൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് എ വരെ ചുമ്മാ എഴുതണ്ട. അതേപോലെ എ മുതൽ ഇൻഫിനിറ്റി വരെ ചുമ്മാ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല, അടുത്ത നമ്മൾ 0 എഴുതും. ഇനി നമ്മൾ എഴുതാൻ പോണത് മൈനസ് എ ടു എ മാത്രം ചെയ്താൽ മതി, കാരണം അവിടെയാണ് ഒരു ഫംഗ്ഷൻ നോൺ സീറോ ഫംഗ്ഷൻ കിടക്കുന്നത്. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സ്. ഫംഗ്ഷൻ എന്തായിരുന്നു? ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇവിടെ ഇനി തെറ്റിക്കാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ √2π. നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ഇയുടെ പവറാണ്, അതുകൊണ്ട് ഇവിടെ ഒന്നിച്ച് എഴുതാം. മൈനസ് എ ടു എ ഇ പവർ 1 മൈനസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് എഴുതി കൂടെ, കാരണം എക്സിനെ ഇവിടെ എന്ത് ചെയ്തു? പ്ലസ് ഇങ്ങനെ ഒന്നിച്ചെഴുതി, എന്നിട്ട് അതിലെ എക്സ് പുറത്തേക്ക് എടുത്തു, ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഗുണിച്ച് കഴിഞ്ഞാൽ തന്നെ കിട്ടും ഇ പവർ എക്സ് മൈനസ് ഇ പവർ ഐ ഒമേഗ എക്സ്. ഇത് ഇൻറ്റു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇ പവർ എക്സ് മൈനസ് ഐ ഒമേഗ എക്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ √2π 1 ഡിവൈഡഡ് ബൈ √2π ഇ റേസ് ടു 1 മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഒമേഗ. അല്ലേ, ഇത്രയും കോൺസ്റ്റൻ്റാണ്, അതിനെ താഴോട്ട് എഴുതി. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ചെയ്യാം. മൈനസ് എ ടു എ. ഇവിടെ വിത്ത് റെസ്പെക്ട് എക്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ദെർഫോർ എക്സിനാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ലിമിറ്റ് കൊടുക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്യാം? 1 മൈനസ് ഐ ഒമേഗ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ √2π 1 മൈനസ് ഐ ഒമേഗ. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇ റേസ് ടു 1 മൈനസ് ഐ ഒമേഗ എ മൈനസ് ഇ റേസ് ടു 1 മൈനസ് ഐ ഒമേഗ ഇൻറ്റു മൈനസ് എ. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൈനസ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എഴുതുമ്പോൾ എന്തായി? ദാറ്റ് ഈസ് ഇ പവർ 1 മൈനസ് ഐ ഒമേഗ ഇൻറ്റു മൈനസ് എ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് നമ്മൾ എഴുതി, ലോവർ ലിമിറ്റ് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഒരു ടേമും കൂടി. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആയി അല്ലേ? സോറി, ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2π 1 മൈനസ് ഐ ഒമേഗ. ഇനി ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എ മൈനസ് ഇവിടെ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു ഇവിടെ മൈനസ് മൈനസ് എന്ത് വരും? പ്ലസ് വരും. ദാറ്റ് ഈസ് ഐ ഒമേഗ എ. ഓക്കെ, ഇതാണ് നമ്മളെ ആൻസർ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസറായി. ഇത്രയും ക്ലിയർ ആണ് വിചാരിക്കണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് Fourier transform. ഫൈൻഡ് Fourier transform ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഇവിടെ നോക്കി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. ലിമിറ്റ് തന്നിട്ടുണ്ട്. -1 മുതൽ എക്സ് -1 മുതൽ 0 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, അല്ലാത്ത കേസിലും തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഡെഫിനിഷൻ ചെയ്ത് വെക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് Fourier transform ആണെങ്കിൽ Fourier transformൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. അവിടെ Fourier കൊസൈനോ സൈനോ എഴുതി വെക്കരുത്. ഓക്കെ, ഇവിടെ ദാറ്റ് ഈസ് എഫ് ഓഫ് എഫ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഇത് തെറ്റിക്കാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വേറെ ഒരു പ്രോബ്ലം ഇവിടെ ഇല്ല. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ √2π. ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇൻ്റഗ്രൽ നോക്കാം. -ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ എവിടെ മാത്രമേ എന്തുള്ളൂ? -1 മുതൽ 0 വരെ മാത്രമേ എന്തുള്ളൂ? എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ്. അതർവൈസ് 0 ആണ്. അഥവാ അല്ലാത്ത എല്ലാ കേസിലും ഇവിടെയൊക്കെ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇവിടെ മുതൽ ഇവിടെ വരെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് -1 ടു 0 ഫംഗ്ഷൻ എന്താണ്? എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2π ഇൻ്റഗ്രൽ -1 ടു 0
എന്ത് ചെയ്യാം, ഇയുടെ പവർ നമുക്ക് ഒന്നിച്ചെഴുതാം. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് നമ്മൾ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു, എക്സിനും പുറത്തേക്ക് എടുത്തു, ബാക്കി എന്താ 1 പ്ലസ് ഐ ഒമേഗ ഇൻറ്റു എക്സ് ഇങ്ങനെ വരും ഇൻറ്റു ഡി എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പിന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2 പൈ 1 ഡിവൈഡഡ് ബൈ √2 പൈ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ബ്രാക്കറ്റ് മെത്തേഡ് ഉപയോഗിക്കാം, കാരണം ഒന്നാമത്തെ പോളിനോമിയലാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദാറ്റ് ഈസ് ഇ പവർ 1 പ്ലസ് ഐ ഒമേഗ എക്സ് മൈനസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 1 പ്ലസ് ഐ ഒമേഗ മൈനസ് നെക്സ്റ്റ് ഒന്നാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ അതിൻ്റെ ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എന്താണോ അതിൻ്റെ ഇൻ്റഗ്രൽ. എന്താ ഇതന്നെ വരും, പക്ഷേ ഡിനോമിനേറ്ററിൽ ഒരു ടേമും കൂടി കൂടുന്നെന്നുള്ളൂ. മൈനസ് മൈനസ് പ്ലസ് ആവും, ഇതേപോലെ ഒരു ടേം കൂടി വരുമ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഇ പവർ മൈനസ് 1 പ്ലസ് ഐ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ ഹോൾ സ്ക്വയർ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും -1 to 0. ദാറ്റ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √2 പൈ. ഇനി അപ്പർ ലിമിറ്റ് എഴുതാം. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ടേം 0 ഇൻറ്റു സംതിങ്, ഇത് 0 ആയിപ്പോവും. ഇവിടെ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 0 മൈനസ് ഈ ടേം എന്തായി, ഇ പവർ 0 ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ, എക്സിന് നമ്മൾ -1 കൊടുക്കും. ഇവിടെ -1 വരും, ഇവിടെ -1ഉം ഇവിടുത്തെ -1ഉം പ്ലസ് വരും. ഓക്കെ, ഇവിടെ -1ഉം ഇവിടുത്തെ -1ഉം പ്ലസ് വരും. Therefore അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് വരും, -1 ഇൻറ്റു ഇ പവർ 1 പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ -1 പ്ലസ് ഐ ഒമേഗ. ഇനി ഒരു ടേമും കൂടി ഉണ്ട്, മൈനസ് ഇവിടെ എന്ത് വരും, ഇവിടെ ഇ പവർ 1 പ്ലസ് ഐ ഒമേഗ ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ ഹോൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഒന്ന് വൃത്തിയിൽ എഴുതാം, 1 ഡിവൈഡഡ് ബൈ √2 പൈ. നെക്സ്റ്റ് -1 ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ മൈനസ് ഇല്ല അല്ലേ, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ മൈനസും എന്താവും, ഇവിടെ പ്ലസ് ആവും. ദാറ്റ് ഈസ് പ്ലസ് ഇ റേസ് ടു 1 പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ. നെക്സ്റ്റ് ഈ മൈനസും ഇവിടുത്തെ മൈനസും അഗെയിൻ പ്ലസ് ആവും, പ്ലസ് ഇ റേസ് ടു 1 പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കോമൺ ഡിനോമിനേറ്ററാണ്, അത് വേണമെങ്കിൽ ഒന്നിച്ച് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ √2 പൈ. ഇവിടെ കോമൺ ആയിട്ടുള്ള ഇതിനെ ന്യൂമറേറ്റർ എന്താണ്, ഇ പവർ 1 പ്ലസ് ഐ ഒമേഗ -1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ സ്ക്വയർ. ഇതിനൊന്നിച്ച് എഴുതാം. നെക്സ്റ്റ് പ്ലസ് ഇ റേസ് ടു 1 പ്ലസ് ഐ ഒമേഗ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഒമേഗ. ഇപ്പോൾ ഇൻ്റഗ്രൽ ഉണ്ട് വിചാരിച്ച് ലാസ്റ്റ് മൊഡ്യൂൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. കാരണം ആകെ ചെറിയ ഡെഫിനിഷൻ മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. ഈ ഡെഫിനിഷൻ പകുതി സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആയാലും ഡെഫിനിഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ വീണ്ടും പറഞ്ഞു, 20 മാർക്കിലെ 15 മാർക്ക് ഏതൊരു കുട്ടിക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷൻ അറിയാത്തവർക്ക്, അറിയുന്ന ഒരു കുട്ടിക്ക് എവിടെയും ഇവിടെ 1 മാർക്ക് പോലും പോവില്ല. ബാക്കി ഒരു മൊഡ്യൂളിൽ നമുക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് പറയാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം. പക്ഷേ ഇവിടെ ഇതിന്ന് തിരിച്ച് വേറെ രീതിയിൽ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അടുത്തത് ഫൈൻഡ് കൊസൈൻ ട്രാൻസ്ഫോം. ഫൈൻഡ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. ഫൈൻഡ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ പവർ മൈനസ് മോഡി എക്സ്. എൻസ് ഇവാലുവേറ്റ്, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എൻസ് ഇവാലുവേറ്റ് integral 0 to infinity omega sin omega x plus 1 plus omega square d omega. എന്നിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം എന്താ വരിക എന്നുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം? ഡെഫിനിഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം നമ്മൾ ഡിനോട്ട് ചെയ്യണത് എഫ് സി ഓഫ് എഫ്. ഇതാണ് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ നൊട്ടേഷൻ. എഫ് സി ഓഫ് എഫ് ഈക്വൽ ടു √2/π. ഇത് നിങ്ങൾ വീണ്ടും പറയുന്നത് കാണാതെ പഠിക്കണം. ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ,
ഇവിടെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഇ പവർ മൈനസ് മോഡ് എക്സ് ആണ്. ഈ മോഡൊക്കെ എപ്പോഴാണ് നമ്മൾ എഴുതുക? മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണ്? മോഡ് എക്സ് ഈക്വൽ ടു എക്സ് വരും. എപ്പോൾ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഈ മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് വരും. എപ്പോൾ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് തന്നെയാണ്. മൈനസ് എക്സ് ആണ്. എപ്പോൾ? എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എഴുതാം. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് വരും. എപ്പോൾ? എക്സ് മോഡ് എക്സ്, ഈ എക്സ് എന്താണ്? ലെസ് ദാൻ 0 വരുമ്പോൾ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. ദെയർഫോർ ഇവിടെ ഈ മോഡ് എക്സും എക്സും ഈക്വൽ ആണ്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് 0 മുതൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ? ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ആണ്. അഥവാ ഇവിടെ മൈനസ് മോഡ് എക്സ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ്. കാരണം മോഡ് എക്സ് എന്താണ്? മോഡ് എക്സ് എക്സ് ആണ്. ദെയർഫോർ ഇ പവർ മൈനസ് മോഡ് എക്സ് പറഞ്ഞ എക്സ് ആണ്. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ എന്താണ്? ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദെയർഫോർ എഫ് സി എഫ് ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്നാണ്? ഇ പവർ ഇങ്ങനെ എഴുതിക്കോ, ഇ പവർ മൈനസ് മോഡ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എഴുതാം. പക്ഷേ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വരെ ഈ മോഡ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തന്നെയാണ്. ദെയർഫോർ അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2/π ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ മൈനസ് മോഡ് എക്സ് പറഞ്ഞാൽ എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എഴുതാം. ഇനി ഇവിടെ എഴുതാതെ ഈ സ്റ്റെപ്പിലേക്ക് വന്നാലും തെറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ദെയർഫോർ നെക്സ്റ്റ്, ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇ റേസ് ടു ഇതിൻ്റെ റിസൾട്ട് ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ്. എന്തായിരുന്നു റിസൾട്ട്? ഇ റേസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? എ കോസ് ബി എക്സ് മൈനസ് ബി സൈൻ ബി എക്സ്. എനിക്ക് തോന്നുന്നത് ഇതാണെന്നാണ്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓക്കെ, എ ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ പ്ലസ്. ദാറ്റ് ഈസ് എ കോസ് ബി എക്സ് ബി സൈൻ ബി എക്സ്. ഇവിടെ എ എന്താണ്? എ ഈക്വൽ ടു -1. ബി എന്താണ്? ബി ഈക്വൽ ടു ഒമേഗ. ഓക്കെ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെയർഫോർ ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π. നെക്സ്റ്റ് ഇൻ്റഗ്രലിൻ്റെ ഈ റിസൾട്ട് നമുക്കറിയാം. ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. എ എന്താണ്? 1. ദാറ്റ് ഈസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 ടു ഏതാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ? 0 ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് 0 ടു ഇൻഫിനിറ്റി. ദാറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? ഇ പവർ മൈനസ് ഇൻഫിനിറ്റി വരും. എന്താണ് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി? ദാറ്റ്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് 0. ഇത്ര വളരെ സിമ്പിളാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ 1 പ്ലസ് ഒമേഗ സ്ക്വയർ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. അത് ഞാൻ പുറത്തേക്ക് എടുത്തു. 1 പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ 0 വന്നു. മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോഴോ? ലോവർ ലിമിറ്റ് 0 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ഇ പവർ 0 ദാറ്റ് ഈസ് 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? ഈ ടേം 0 വരും, ഈ ടേമോ -1 വരും. ദാറ്റ് ഈസ് ഇവിടെ -1. ഓക്കെ, മൈനസ് പ്ലസ് വരും. ദാറ്റ് ഈസ് +1 ഇൻറ്റു ദിസ്. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ റൂട്ട് ഓഫ് 2/π 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇത്രയേ ഉള്ളൂ ആൻസർ. കുറേ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ. എനിക്കുള്ള 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വേറെ പേപ്പറിൽ എഴുതാം. ഇവിടെ വേറെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എൻസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ. ഇത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? എഫ് സി ഏതായിരുന്നു?
എസ് എഫ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് എഫ് എസ് എഫ്? എഫ് എസ് എഫ് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2/π 1/1+1 ഇത് നമുക്ക് കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എൻസ് ഇവാലുവേറ്റ് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നേരെ എന്ത് ചെയ്യുക? ഇൻവേഴ്സ് എഴുതാം. എന്താണ് ഇൻവേഴ്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻവേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to എഫ് എസ് എഫ് അല്ലേ? ഇത് രണ്ടും തിരിച്ചെഴുതും. എന്നിട്ട് എന്ത് ചെയ്തും? കോസ് സൈൻ ഒമേഗ സൈൻ എക്സിന് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ഇതാണ് തെറ്റിക്കാതെ എഴുതി വെക്കുക. ഇവിടെ എഫ് എസ് എഫ് നിങ്ങൾക്ക് അറിയാം. എന്താണ് എഫ് എസ് എഫ്? ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π എന്താണ് എഫ് ഓഫ് എക്സ്? ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. എന്തായിരുന്നു എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻⁻x. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഒന്നുകൂടി പറയാം. ഇത് നമ്മൾ കിട്ടിയിട്ടുണ്ട്, നമ്മൾ ആൻസർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അതിൻ്റെ ഇൻവേഴ്സ് ഒന്ന് എഴുതിയാൽ മതി. എന്താണ് ഇൻവേഴ്സ്? എഫ് എസ് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് എസ് എഫ് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, നമ്മൾ ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to ∞ എഫ് എസ് എഫ് എന്താ എഴുതിയത്? റൂട്ട് ഓഫ് 2/π 1/1+ω². ഓക്കെ, 1/1+ω² സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. √2 × √2 ദാറ്റ് ഈക്വൽ ടു 2 √π × √π ദാറ്റ് ഈസ് 2/π ഇൻ്റഗ്രൽ 0 to ∞. ബാക്കി എന്തുള്ളത്? സൈൻ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ 1+ω² ഡി ഒമേഗ. ഈ ഒരു കാര്യമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ. സോറി, ഇവിടെ ഒരു ഒമേഗ ഉണ്ട് അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഒരു ഒമേഗ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മൾ എവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ തരുന്ന നോട്ട്സ് ഒന്ന് നോക്കുക. ഇവിടെ ഒരു ഒമേഗ ഉണ്ടാവും. നോക്കാം വേറെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് നോക്കട്ടെ. ഓക്കെ, ഇവിടെ അപ്പർ ലിമിറ്റ് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒമേഗ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ഡയറക്റ്റായി നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഒന്നെങ്കിൽ ഇവിടെ ഒമേഗ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ദെർഫോർ ഇവിടെ സൈൻ ഒമേഗ ഡിവൈഡ് ബൈ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ സൈൻ ഒമേഗ എക്സ് ഡിവൈഡ് ബൈ 1+ω² ഡി ഒമേഗ എന്താണെന്നുള്ളത് ചോദിച്ചുള്ളത്. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേമിനെ ഈ സൈഡിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് π/2 × e⁻⁻x. This is equal to integral 0 to ∞ sin omega x divided by 1+ω² d omega. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എൻസ് ഇവാലുവേറ്റ് ക്വസ്റ്റ്യനിൽ എൻസ് ഇവാലുവേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഒന്നൊന്ന് റീഅറേഞ്ച് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ഇൻവേഴ്സിൽ നിങ്ങൾക്ക് കിട്ടിയ എഫ് സി എഫ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എഫ് സി എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുക. അഥവാ ഇത് കിട്ടുന്ന രീതിയിൽ ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കട്ടെ. എനിക്കാണെങ്കിൽ ഇവിടെ ഒമേഗ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. കുറേ ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ഇതൊന്ന് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് അയക്കാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം of f of x equal to e⁻⁻mod x minus e⁻⁻x. e⁻x-ൻ്റെ അതുപോലെ e⁻⁻x-ൻ്റെ എല്ലാ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഒരു പ്രാവശ്യം 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിച്ചു. ദാറ്റ് ഈസ് e⁻x-ൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ചോദിച്ചു, അതേപോലെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ തന്നെ ചോദിച്ചു. ഓക്കെ, ഇവിടെ ചോദിച്ചുള്ളത് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. e⁻f of x equal to e⁻⁻x-ൻ്റെ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് ചോദിച്ചുള്ളത്. ഫസ്റ്റ് ഡെഫിനിഷൻ ചെയ്താൽ എന്താണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം? എഫ് സി എഫ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/π ഇൻ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് കൊസൈൻ ആണെങ്കിൽ കോസ് ഒമേഗ എക്സ് ഡി എക്സ്. that equal to calculate ചെയ്യാം. that equal to 2/π integral 0 to ∞ f of x that is e⁻⁻x
cos omega x into dx. Okay, that equal to root of 2 by pi. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ ആ റിസൾട്ട് തന്നെ വീണ്ടും ഇതേ റിസൾട്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കാം, തെറ്റിക്കരുത്. എന്തായിരുന്നു തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നത്? e raised to ax cos bx, that is integral e raised to ax cos bx dx. This equal to integral e raised to ax divided by a square plus b square into എന്തായിരുന്നു ആ റിസൾട്ട്? ഒന്നുകൂടി നോക്കാം, ഒന്നുകൂടി നോക്കിയിട്ട് എഴുതാം, തെറ്റിക്കാതെ. That equal to e raised to a cos bx plus b sin bx, b sin bx ഇതായിരുന്നു. ഇവിടെ a എന്താണ്? തൊട്ട് മുന്നേ എഴുതിയ പോലെ a equal to -1, b equal to omega. Therefore this equal to e raised to minus x divided by 1 plus omega square into next a, that is minus cos omega x plus omega sin omega x. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to infinity. തൊട്ട് മുന്നേ ചെയ്ത അതേപോലെ ഫസ്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? ഇൻഫിനിറ്റി ഇ പവർ മൈനസ് ഇൻഫിനിറ്റി 0 ആവും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 by pi. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഞാൻ പുറത്തേക്ക് കൊടുത്തു. ബാക്കി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് 0 വരും, കംപ്ലീറ്റ് 0 ഇൻറ്റു സംതിങ്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് 0 ഇൻറ്റു ദിസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ? ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ പവർ 0, ദാറ്റ് ഈസ് 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? ദാറ്റ് ഈസ് കോസ് 0, ദാറ്റ് ഈസ് അഗെയിൻ -1. ഈ ടേം എന്തായി? 0 വരും. ദാറ്റ് ഈസ് മൈനസ് മൈനസ് പ്ലസ് വരും. തൊട്ട് മുന്നത്തെ സെയിം ആൻസർ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 2 by pi. ഓക്കെ, തൊട്ട് മുന്നേ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരുന്നു നമ്മൾ ചെയ്തത്. എനിക്ക് സംശയമുണ്ട്, തൊട്ട് മുന്നേ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് അല്ല? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത്രയും ക്ലിയർ ആണോ? ഫൈൻഡ് ദി ആംപ്ലിറ്റ്യൂഡ്, ഫൈൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ, find the amplitude representation of the function f of x equal to integral f of x equal to 5 if -2 less than t less than 2, 0 otherwise. അഥവാ ഈ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഫൊറിയർ ട്രാൻസ്ഫോമിന് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ എഫ് ഓഫ് എഫ് ആണ്. ദാറ്റ് ഈസ് ഫൊറിയർ റെപ്രസെൻറ്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് എഫ് ഓഫ് എഫ്? എഫ് ഓഫ് എഫ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ റൂട്ട് 2 പൈ integral minus infinity to infinity f of x into e raised to minus I omega x into dx. ഓക്കെ, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ അതിലെന്താണ്? -2 മുതൽ 2 വരെ മാത്രമേ ഫംഗ്ഷൻ കിടക്കണുള്ളൂ. അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റാണ്. ബാക്കിയുള്ള എല്ലാ സൈഡിലും അതർവൈസ് 0 ആണ്. ദർഫോർ നമുക്ക് ഇൻ്റഗ്രേറ്റിൻ്റെ ഈ സൈഡിൽ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 പൈ. നെക്സ്റ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ചെയ്യേണ്ട, -2 to 2 എന്താണ് ഫംഗ്ഷൻ? 5 e raised to minus I omega x dx. ദാറ്റ് ഈക്വൽ ടു 5 ഔട്ട്സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 5 ഡിവൈഡ് ബൈ റൂട്ട് 2 പൈ. ഇൻ്റഗ്രൽ e raised to minus I omega x-ൻ്റെ ഇൻ്റഗ്രൽ e raised to minus I omega x ഡിവൈഡഡ് ബൈ minus I omega -2 to 2. ഈ മൈനസ് I omega വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 5 ഡിവൈഡ് ബൈ റൂട്ട് 2 പൈ മൈനസ് I omega. ഈ മൈനസ് I ഇങ്ങോട്ട് എഴുതി. ഇനിയുള്ളതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസറായി. ദാറ്റ് ഈസ് e raised to minus I omega into 2 മൈനസ് ഈ പവർ മൈനസ് എന്താവും? -2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് ആവും. ദാറ്റ് ഈസ് 2 I omega. ഓക്കെ, ഇതാണ് ആൻസർ. ക്ലിയർ ആണോ? ഇത്രയും ടോപ്പിക് ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ?
അപ്പോൾ നാളത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. നാളെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന കുറച്ച് വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ട്, അഥവാ ഇത്തിരി ലെങ്ത് ആയ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഈ ചാപ്റ്റർ വൈഡപ്പ് ചെയ്യാം. ഓക്കെ.